me Rahul. Welcome to Rich Chart Talks. So, നമ്മുടെ യെസ്റ്റർഡേ പ്ലാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഏകദേശം നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. സോ വെയിറ്റ് ഓപ്പണിംഗ് ഓക്കെ യാ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതല്ലേ ഡിസ്കസ് ചെയ്തിരുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഒരു അതായത് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു. ഡേ ക്ലോസ് ഫ്രൈഡേ. ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 9:30 ഓപ്പണായി ഒന്ന് നിഫ്റ്റി താഴോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ വരച്ച ട്രെൻഡ് ലൈനിന്റെ മുകളിൽ നിഫ്റ്റി വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് T1 25,000 ആയിരുന്നു പറഞ്ഞിട്ടായിരുന്നു. ബട്ട് 25,000 വരെ പോയില്ല. ബട്ട് നിയർലി 25,000 24,965 ഓൾറെഡി 35 പോയിന്റ്സ് ടാർഗറ്റിന് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ഗുഡ്. സോ നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോകാം. അതിന് വേണ്ടി നമുക്ക് ലൈൻസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ടാർഗറ്റ് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഇത് നമുക്ക് വേണ്ട, ട്രെൻഡ് ലൈൻ ഇട്ടിരുന്നോട്ടെ. സോ നമുക്ക് ടാർഗറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. സോ നമുക്ക് ടാർഗറ്റ് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് മന്ത്ലിയിലോട്ട് പോവാം. നമുക്ക് ജസ്റ്റ് മന്ത്ലി അനാലിസിലോട്ട് പോവാം. ഇതും ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഓക്കെ, നൈസ്. ഓക്കെ, മന്ത്ലി സ്റ്റിൽ നിഫ്റ്റി ബുള്ളിഷ് തന്നെയാണ്. സോ നമുക്കറിയാലോ മന്ത്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മൂവ്മെന്റ് ആണ് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് ഗുഡ്. സോ വീക്കിലിയിൽ ലാസ്റ്റ് വീക്ക് ഏകദേശം ഒരു ബുള്ളിഷ് ബിയറിഷ് ഹറാമി ഒബ്വിയസ്ലി അത് ഫെയിൽ ആയിട്ടുണ്ട്. സോ ഐ എക്സ്പെക്ട് ദിസ് മൂവ്മെന്റ്. എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പ്രഡിക്ഷൻ ഇസ് നോട്ട് ഗുഡ്, ബട്ട് ആസ് പെർ പ്രൈസ് അനാലിസിസ് ലാസ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ലാസ്റ്റ് വീക്സിലെ ലാസ്റ്റ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു ബിഹേവിയർ അനുസരിച്ച് നിഫ്റ്റി ഇന്നൊരു ഈ ഒരു അപ്പ് മൂവ്മെന്റ് തരുമെന്ന് എനിക്ക് ഏകദേശം ഒരു 70-80% ഷുവർ ആയിരുന്നു. സോ ഐ ട്രൈഡ് വിത്ത് ദാറ്റ് കൺസെപ്റ്റ് ഉള്ളി. സോ നമുക്ക് 1 ഡേയിലോട്ട് പോകാം. ആദ്യം 1 ഡേയിൽ നമ്മൾ ഓൾറെഡി ഈ ട്രെൻഡ് ലൈൻ വരച്ചു തരുന്നുണ്ടായിരുന്നു. സോ ഈ ട്രെൻഡ് ലൈൻ പെർഫെക്റ്റ് ആയിരുന്നു. ഈ ട്രെൻഡ് ലൈന് മുകളിൽ നിഫ്റ്റി കയറി ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മുകളിൽ തരികയും ചെയ്തു. സോ നമ്മുടെ നാളത്തെ നമ്മുടെ പ്ലാൻ നമ്മൾ ഡേ ഹൈയുടെ മുകളിൽ വരികയാണെങ്കിൽ, അതായത് ഇതിന്റെ മുകളിൽ വരികയാണെങ്കിൽ ഈ 24,946 9,950 ഇതിന്റെ മുകളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ നിഫ്റ്റിക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഒരു 30 പോയിന്റ് മുകളിലാണ്. ബട്ട് നമുക്ക് സ്റ്റിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിന് മുകളിൽ നാളെ നിഫ്റ്റി വരികയാണെങ്കിൽ നമ്മുടെ മുകളിൽ രണ്ട് ടാർഗറ്റും, ഈ രണ്ട് ടാർഗറ്റ് മേ ബി നാളെ രണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നടന്നില്ലെങ്കിലും, സോ നമ്മൾ മുകളിലോട്ടുള്ള ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്യത്തുള്ളൂ. സോ ഓക്കെ, 1 hour. ഗുഡ്. സി, അപ്പൊ നമ്മൾ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഈ സിസ്റ്റമാറ്റിക്കൽ തന്നെ ആയിരിക്കും. സി, ഇതിന്റെ മുകളിൽ നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് റിബൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 25,063, 25,164, അതർവൈസ് 24,100 is okay. താത്തി നോക്കാം. 24,100. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് 2 ടാർഗറ്റ്സ്. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് നിഫ്റ്റി പുഷ് ചെയ്യുകയാണെങ്കിൽ, സോ അതിന് മുകളിൽ നമ്മൾ കാണുന്ന 25,150 to 100 ഉള്ള ടാർഗറ്റ് നാളെ നമുക്ക് കാണാൻ കഴിയും. സിമ്പിൾ അനാലിസിസ് ആണ്. നമ്മൾ ഓൾറെഡി ട്രെൻഡ് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റായിരുന്നത്. ഇന്നലെ ആ ട്രെൻഡ് ലൈൻ ഇപ്പോഴും നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താഴോട്ടുള്ള ട്രേഡ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. ബട്ട് അതുവരെ നിഫ്റ്റി 24,500 നമ്മുടെ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബട്ട് നമ്മൾ മോഡൽ ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. ഇൻ മേ ബി നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗണിലോ ഓപ്പൺ ആവുകയാണെങ്കിൽ തന്നെ തിരിച്ച് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ 24,750 മുകളിൽ നിഫ്റ്റി വരുമ്പോൾ നമുക്ക് മോഡൽ ട്രേഡ് പിന്നെ എടുക്കാം. 24,500 താഴോട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ബിയറിഷ് ട്രേഡിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. നമ്മൾ സ്റ്റിൽ ബുള്ളിഷ് ട്രേഡ് തന്നെ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇത്രയേ ഉള്ളൂ. 24,949 അല്ലെങ്കിൽ 24,950 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ, അതൊരു ഗ്യാപ്പ് അപ്പിലാ ഓപ്പൺ ആകുന്നെങ്കിൽ നമ്മുടെ പ്ലാൻ ഇതായിരിക്കും. ജസ്റ്റ് ഗ്യാപ്പ് അപ്പ് കൂടെ ഞാൻ പറയാം. ജസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. നിഫ്റ്റി
താഴോട്ട് വരാൻ വേണ്ടിയിട്ട് താഴെ വന്ന് നമ്മുടെ സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബിയോണ്ട് ഡിപ്പ് കൺസെപ്റ്റിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് 25,063 അല്ലെങ്കിൽ 25,000. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. താഴോട്ട് നമ്മൾ ബിയർ ട്രെൻഡ് എന്തായാലും എടുക്കുന്നില്ല. ഗ്യാപ് ഡൗണിൽ വീണാലും നമ്മൾ ബുള്ളിഷ് ട്രെൻഡിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. നമ്മൾ എവിടെയാണോ ലാസ്റ്റ് നിഫ്റ്റി ഗ്യാപ് ഡൗണിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുന്നത് അവിടെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. ബൈ ടാർഗറ്റ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയായിരിക്കും. ഓക്കെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.